ഹായ് ഗായ്സ്, ഇപ്പം നമ്മൾ കോയമ്പത്തൂരേക്ക് പോവുകയാണ്. നമ്മൾ 2:30 പോകേണ്ട ട്രെയിനിൽ നിന്ന് ഒരുത്തൻ നമ്മളെ പിടിച്ച് വലിച്ചിറക്കി കാറിൽ കൊണ്ടുപോകുന്നതായിട്ട് ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ കോയമ്പത്തൂർ എവിടേക്കാണ് പോകുന്നത് പറഞ്ഞല്ലോ ഗൈസ്. നമ്മൾ പോകുന്നത് ആദിയോഗി ഇഷ ഫൗണ്ടേഷനിലേക്കാണ്. നമ്മൾ ശിവരാത്രി സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കുതിരയാണോ കഴുതിയാണോ ഗൈസ്, ഞങ്ങൾ കുറേ കച്ചറുണ്ടാക്കിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇഷ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ കയറിയ സ്പോട്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര കംഫർട്ട്, കോസി ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യാണ്. ഇപ്പം തന്നെ ലേറ്റ് ആയിട്ടുണ്ട്, ഒരു 12 o'clock ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഗീ റോസ്റ്റ് വന്നു, ഞാൻ ഗീ റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് മോർണിംഗ് 6 o'clock വരെ അവിടെ പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് നേരമെങ്കിലും അറ്റൻഡ് ചെയ്യാൻ കിട്ടും. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി ഇഷയിലേക്ക് ഇവിടെ നിന്ന് അധികം ഇല്ല. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. എൻട്രി പോയിന്റ് കിട്ടി. പക്ഷേ ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അത്രയ്ക്കും റഷാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു 1 kilometer മുകളിൽ നടന്നിട്ടുണ്ട്. എന്നിട്ട് കൂടി എങ്ങോട്ടേക്ക് പോകണം എന്നറിയാണ്ട് ഇതാ നിൽക്കുകയാണ്. ഇതൊരു നമുക്ക് കറക്റ്റ് സ്പോട്ടിൽ നമുക്ക് എത്താൻ പറ്റില്ല. എവിടേക്ക് പോകണം എന്നറിയാൻ നിൽക്കുന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത്. ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. നമുക്ക് മെയിൻ പ്രോഗ്രാമിലേക്ക് കാണാൻ പറ്റില്ല, കാരണം നമുക്ക് ഓൾറെഡി ടിക്കറ്റ്സ് ഒക്കെ കിട്ടിയിരുന്നു. പക്ഷെ നമ്മൾ എത്തി ലേറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ കുറേ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും നമുക്ക് ഇരിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ഇത് സ്ക്രീനിലിപ്പം നിങ്ങൾ കാണുന്നത് സദ്ഗുരു ആണ്. അപ്പോൾ സദ്ഗുരു ബ്ലെസ് ചെയ്യുകയാണ് എല്ലാവരെയും, ശിവരാത്രിക്ക് അവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ബ്ലെസ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങളൊരു 6 o'clock വരെ അറ്റൻഡ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ ഉള്ളിൽ ലിംഗഭൈരവി ടെമ്പിൾ ഉണ്ട്, അവിടേക്ക് പോവാണ്. ഇതിൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഗൈസ്, ഇതുവരെ ആരും ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണിത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്, ബൈ.